ഹലോ വെൽക്കം ബാക്ക് ടു Malabarchef. ഇന്നത്തെ റെസിപ്പി ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചെറുപയർ പരിപ്പ് കൊണ്ട് നല്ലൊരു പായസമാണ്. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ പരിപ്പ് 1 കപ്പാണ് എടുത്തത് കേട്ടോ. 1 കപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ട് വെള്ളം പോക്കാൻ വെച്ചതായിരുന്നു. വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ല എങ്ങനെയാണ് ചെറുപയർ പരിപ്പ് ഉണ്ടാവുക. ചെറുപയർ പരിപ്പ് അല്ലെങ്കിൽ കിച്ചടി പരിപ്പ് എന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. അപ്പം ചെറുപയർ പരിപ്പ് എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് കിട്ടും. അത് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നെയ്യൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കുക. ചട്ടി ചൂടായി കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക കേട്ടോ. അതായത് തീ കൂട്ടി പോവരുത്. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ വറവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അതാ കണ്ടില്ലേ ഏകദേശം ആയി വന്നിട്ടുണ്ട്. കുറച്ചധികം സമയം തന്നെ എടുക്കും ഇത് വറുത്ത് വരാൻ. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കളർ ചെറുതായിട്ട് ചേഞ്ച് ആവും. പിന്നെ ഇങ്ങനെ കുറച്ച് ചില മണികൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. പിന്നെ ഈ സൗണ്ടിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അത് വറവ് ആയാൽ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആ സൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഇനി ഞാനിത് വേവിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പ്രഷർ കുക്കറിൽ ഇടണമെന്നില്ല, ചട്ടിയിലിട്ടിട്ടും വേവിച്ചെടുക്കുക. പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങാപ്പാൽ ഏറ്റവും കട്ടി കുറഞ്ഞ പാലാട്ടോ ഒഴിക്കുന്നത്. അതായത് ഒരു 3-ാം പാൽ എന്നൊക്കെ പറയില്ലേ, അത് 3 കപ്പ് വരെ ഒഴിക്കുക. ഞാനിപ്പോൾ 2 കപ്പാണ് ഒഴിച്ചത്. 2 കപ്പ് ഒഴിക്കുമ്പം അത്ര വെള്ളം നമുക്ക് ലാസ്റ്റിൽ ഇതിൽ കിട്ടൂല. അതുകൊണ്ട് 3 കപ്പ് വരെ ഒഴിക്കാം. 2 കപ്പ് ഒഴിച്ചിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതവിടെ കിടന്ന് വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കഷ്ണം ശർക്കര 1 കപ്പ് വെള്ളത്തിലിട്ടിട്ട് മെൽറ്റ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് ഉരുക്കിയെടുക്കുക. ആ ശർക്കര ഒന്ന് പൊട്ടി ഉരുകി വരുന്ന ഒരു സമയം. പക്ഷേ ശർക്കര എടുക്കുമ്പോൾ നല്ല ഡാർക്ക് ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കിച്ചടി പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ 2 വിസിൽ അടിച്ചിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് തുറന്നപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അടി പിടിച്ചിട്ടൊന്നുമില്ല. ഒരു ഉരുളി അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും നമ്മൾ ചെറുപയർ പരിപ്പ് വേവിക്കുമ്പം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. തീ കുറച്ച് വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. നിർബന്ധമില്ല ഈ സമയത്ത് അണ്ടിപ്പരിപ്പ് ഇടണമെന്ന്, ജസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ട് ബാക്കി സാധനങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു അണ്ടിപ്പരിപ്പ് ഇവിടെ ഇടുന്നുണ്ട്, നമ്മൾ ലാസ്റ്റ് ഒന്ന് വറവിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത്, കാരക്ക, ഈത്തപ്പഴം. അതായത് ഇങ്ങനത്തെ ടൈപ്പ് കാരക്ക എടുക്കുക. അത് നല്ല അലിഞ്ഞ് ചേരുന്ന ടൈപ്പ്, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞ് ചേരുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് കാരക്ക എടുക്കുക. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പാക്കറ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് പാക്കറ്റ്. അതായത് നല്ല ക്വാളിറ്റി കാരക്കൊന്നുമല്ല, പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ എടുക്കുന്ന കാരക്ക. അതായത് അലിഞ്ഞ് ചേരണം, നമ്മുടെ പായസത്തിൽ അതങ്ങ് അലിഞ്ഞ് ചേരണം. അങ്ങനത്തെ ഒരു ടൈപ്പ് കാരക്ക എടുക്കുക. ഹാർഡായിട്ടുള്ള കാരക്ക എടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വറവിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ കാഷ്യൂ നട്ട്സൊക്കെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. പിന്നെ മുന്തിരിയൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ വറവിട്ടാൽ ഈ ഒരു പാകത്തിന് കിട്ടും നമുക്ക്. തീ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. അപ്പം അങ്ങനെ ആക്കരുത്. ഇതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചില്ല, പക്ഷേ ഇതിലിപ്പോൾ വെള്ളമില്ല കേട്ടോ. കറക്റ്റ് 2 കപ്പ് ഒഴിച്ചപ്പോൾ ഇതിൽ വെള്ളമില്ല. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ 3 കപ്പ് ഒഴിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇല്ലാത്തതുകൊണ്ട് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക കേട്ടോ. തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക, നോർമൽ വാട്ടർ ഒഴിക്കരുത്. ഇപ്പോൾ അതൊക്കെ കണ്ടില്ലേ, ചെറുപയറൊക്കെ നന്നായിട്ട് കുക്കായി നല്ല ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതേസമയം കുറച്ച് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിലും ആവണം. അപ്പോഴാണ് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് 2 വിസിൽ അടുപ്പിച്ചെടുത്ത ഈ ഒരു പാകത്തിന് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു 2.5 പീസാണ് ഞാൻ ശർക്കര എടുത്തത്. അപ്പം കൂടുതൽ നല്ല മധുരം വേണമെങ്കിൽ ഒരു 3 പീസ് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. അതിൽ കൂടുതൽ വേണ്ട. ഇതൊരു പാകം മധുരമാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ കാരക്ക ചേർക്കുന്നതുകൊണ്ട് കാരക്കൻ്റെ ഒരു മധുരം കൂടി ഉണ്ടാവും. ഞാനിവിടെ 8 കാരക്കയാണ് എടുത്തത്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്ത ചെറിയ മധുരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷേ ഇത് ഒരു പാകം മധുരമായിട്ടാണ് ഉണ്ടാവുക. കാരക്ക നന്നായിട്ട് ഉടച്ച് അതിലേക്ക് ലയിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈത്തപ്പഴമാണ് നമ്മളെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു.
അപ്പം അത് ചേർത്തിട്ട് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നതിനും ഒരു വ്യത്യാസം എന്തായാലും ഫീൽ ചെയ്യും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏലക്കായ കുറച്ച് മാത്രമായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊടിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാരക്കൊക്കെ ഒന്നങ്ങ് ഉടച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ കാരക്ക ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പായസം കുറച്ച് തിക്കായിട്ട് നിൽക്കും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ, അതായത് ഭയങ്കര കട്ടി കുറഞ്ഞല്ല, നമ്മൾ ഫസ്റ്റ് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഉള്ള പാലുണ്ടല്ലോ, ആ പാല് 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. തീ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് തീ കുറയ്ക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ കുറയ്ക്കുക. ഇനി അടുപ്പ് തീ കൂട്ടി കൊടുക്കരുത്. ഈ ഒരു പരുവായാൽ മതി. ഇതിനേക്കാളും കൂടുതൽ കട്ടിയൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റില്ല, അതായത് കോരിയെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറും. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവാണുള്ളത്. നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇത് ലൂസാന്ന് തോന്നും, തണുക്കുമ്പം ഒന്നുകൂടെ ടൈറ്റ് ആവും. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്, അതായത് ഒന്നാം പാൽ, നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യുക. അതായത് ഒന്ന് തിളക്കണം, അത്ര മതി. ഒരുപാട് തിളച്ച് പോവരുത്, ആകെ പിരിഞ്ഞു പോവും. പിന്നെ തിളക്കാതെ നിൽക്കരുത്, തിളക്കാഞ്ഞാൽ പായസം കേടായി പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. എന്നിട്ട് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യുക. ബാക്കി ഈ ഉരുളിൻ്റെ ചൂടിൽ നിന്ന് തന്നെ വന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, പായസം കുറച്ച് ലൂസായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക, പക്ഷേ തണുക്കുമ്പം നല്ല ടൈറ്റായിട്ട് വരും. നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാവും. സദ്യക്കൊക്കെ ഗ്ലാസ്സിൽ വെച്ച് കുടിക്കുന്ന ആ ഒരു രീതിയിലായി കിട്ടിക്കോളും. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ വറവിടൽ വേണ്ട, ഫസ്റ്റ് വറവിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ലാസ്റ്റ് ആ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റും കൂടും. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് 1/2 ടീസ്പൂൺ നെയ്യിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് വറവിട്ട് എടുക്കുന്നുണ്ട്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് കാഷ്യൂ നട്ട് വറവിട്ടിട്ട് എടുക്കുക കേട്ടോ. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.